ലൈംഗിക പീഡന പരാതിയിൽ പാലക്കാട് കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് സി വത്സന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. ജോലി വാഗ്ദാനം ചെയ്ത് താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന ദലിത് യുവതിയുടെ പരാതിയിന്മേലാണ് മുൻകൂർ ജാമ്യം തേടിയത്. ആ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. ഷാരിഖ് നവാസ് പാലക്കാട്ട് നിന്നുണ്ട് വിവരങ്ങളുമായി. ഷാരിഖ്, ഈ ലൈംഗിക പീഡന പരാതിയിൽ പ്രശോഭ് സി വത്സന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നല്ലോ, എന്താണ് കാരണങ്ങൾ, എന്താണ് വിശദാംശങ്ങൾ? GK ഇന്നലെയോടെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള വാദം കോടതി പൂർത്തീകരിച്ചിരുന്നു. ഇന്നാണ് അത് വിധി പറയാനേക്ക് മാറ്റിവെച്ചിരുന്നത്. കോടതി രാവിലെ ചേർന്നപ്പോൾ ഈ കേസ് പരിഗണനയ്ക്കെടുത്തപ്പോൾ ഈ പ്രശോഭ് സി വത്സൻ, അതായത് കേസിലെ പ്രതിയായ പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭ് സി വത്സൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നിരുപാധികം തള്ളുകയായിരുന്നു. അത്തരത്തിൽ കോടതി കഴിഞ്ഞ 4 തവണകളിലായി ഈ കേസ് പലപ്പോഴായി മാറ്റിവെച്ചിരുന്നു. അവസാനം ഇന്നലെ ഇതിൻ്റെ വാദം പൂർത്തീകരിച്ചു. ഇന്ന് കോടതി കേസ് പരിഗണിച്ചപ്പോൾ പൂർണ്ണമായും തള്ളി. അത്തരത്തിൽ ഇനിയിപ്പോൾ പോലീസിന് ഇതൊരു വെല്ലുവിളിയായി മാറിയിരിക്കണം. കാരണം ഇനി ഉടനെ തന്നെ പ്രശോഭ് സി വത്സനെ കണ്ടെത്തണം. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ പോലീസ് ഈ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രശോഭിനെ കണ്ടെത്താനുള്ള ഊർജ്ജം തിരിച്ചു വരാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.